നമസ്കാരം. എല്ലാവർക്കും പാചക കലവറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ടൈറ്റിലും ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മളിന്ന് ഒരു ടൈപ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പച്ച കളർ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഫുഡ് കളറോ അതല്ല മറ്റ് കെമിക്കൽസോ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ചില പച്ച ഇലകൾ വെച്ച് ഉണ്ടാക്കിയതാണ്. എന്നാൽ നമുക്ക് സമയം കളയാതെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പുട്ടുപൊടി, 1 കപ്പ് മുരിങ്ങയില, കുറച്ച് ചീരയില, കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം, 10 ചെറിയ ഉള്ളി, 1 കപ്പ് നാളികേരം ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം 1 കപ്പ് പുട്ടുപൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഒരു മിക്സർ ജാറിലേക്ക് ആദ്യം കുറച്ച് പുട്ടുപൊടി ഇടാം. അതിനുശേഷം കുറച്ച് ഇലകൾ ഇടാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പുട്ടുപൊടി ചേർക്കാം. കുറച്ചുകൂടി ഇലകളും ചേർത്ത് വീണ്ടും പൊടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇലകൾ ഉപയോഗിച്ചാണ് നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുട്ടുപൊടിയുടെ നനവ് അനുസരിച്ച് ഇലകൾ ചേർക്കണം. ഇപ്പോൾ നനവ് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയുള്ളിയാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി പൊടിച്ചെടുക്കണം. ഓക്കെ, ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ട് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുകുറ്റിയിൽ തേങ്ങയും പൊടിയും വീണ്ടും തേങ്ങയും പൊടിയും അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ആവിയൊക്കെ വന്നു. അപ്പോൾ ഇതാ നല്ല ആവി പറക്കുന്ന ഹെൽത്തി ഗ്രീനി പുട്ട് ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇലകളൊക്കെ വെച്ചുണ്ടാക്കിയത് കൊണ്ട് ഇതിൻ്റെ ചുവ ഉണ്ടാവുമെന്ന്. പക്ഷേ യാതൊരു ചുവയുമില്ല.
അതേസമയം ഈ ഇലകളുടെയൊക്കെ പോഷക ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.